നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 688th day. Today 7th sloka of Pradhama Skanda 6th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് 688 ദിവസം, പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം. ഓം സാസ്വതന്ത്രാന കൽപ്പാസീദ്യോഗക്ഷേമം മമേച്ഛതി, ഈശസ്യ ഹി വശേ ലോകോ യോഷാദാരുമയീ യഥാ. സാസ്വതന്ത്രാന കൽപ്പാസീദ്യോഗക്ഷേമം മമേച്ഛതി, ഈശസ്യ ഹി വശേ ലോകോ യോഷാദാരുമയീ യഥാ. ഓം തത്സത്. സാ അസ്വതന്ത്ര ന കൽപ്പ ആസീത് യോഗക്ഷേമം മമ ഇച്ഛതി. ഈ 1ാമത്തെ വരിയിൽ ഒരുപാട് പദച്ഛേദമുണ്ട്. ഈശസ്യ ഹി വശേ ലോകോ യോഷ ദാരുമയീ യഥ. ഇങ്ങനെയാണ് പദം വിരിക്കേണ്ടത്. മമ എൻ്റെ, മമ ഇച്ഛതി എൻ്റെ യോഗക്ഷേമം, മമ യോഗക്ഷേമ ഇച്ഛതി എൻ്റെ യോഗക്ഷേമത്തെ ഇച്ഛിക്കുന്നവളും, സാ അസ്വതന്ത്ര സാ സ്വാതന്ത്ര്യം ഇല്ലാത്തവളും ആയിട്ടുള്ള അവൾ, കൽപ്പ ന ആസീത് സമർത്ഥയായിരുന്നില്ല, ലോകം ദാരുമയീ യോഷ യഥ മരം കൊണ്ടുള്ള സ്ത്രീരൂപം പോലെ, ഈശ്വരൻ്റെ വശേഹി അധീനത്തിലാണല്ലോ. നാരദർ ഇവിടെ തൻ്റെ അമ്മയെ കുറിച്ച് കഴിഞ്ഞ ശ്ലോകത്തിൽ പാവപ്പെട്ടവളും യോഷി മൂഢ ച കിം കരീം എന്ന് പറഞ്ഞു. അത് ഇവിടെ വിശദീകരിക്കുകയാണ്. അസ്വതന്ത്രയാവാൻ കാരണം വേറൊരു വീട്ടിൽ ദാസി ജോലിക്ക് നിൽക്കുന്നവളായിരുന്നു പൂർവജന്മ നാരദരുടെ അമ്മ. അപ്പോൾ ദാസിയാകുമ്പോൾ അവർക്ക് സ്വാതന്ത്ര്യമായി പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. തൻ്റെ മകന് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നവളായിരുന്നെങ്കിലും യോഗക്ഷേമത്തെ ഇച്ഛിക്കുന്ന എൻ്റെ യോഗക്ഷേമത്തെ ഇച്ഛിക്കുന്നവളായിരുന്നെങ്കിലും അവൾ സ്വതന്ത്രയായിരുന്നില്ല. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട പോലെ തൻ്റെ മകനെ നോക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അത് പറഞ്ഞിട്ട് പറയുകയാണ്, അസ്വതന്ത്രയായ അവൾക്ക് എന്നെ അവളുടെ ഇഷ്ടപോലെ നോക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുകയാണ്. എല്ലാവരും, ഈ ലോകത്തിലുള്ള എല്ലാവരും മരം കൊണ്ടുണ്ടാക്കിയ സ്ത്രീരൂപം പോലെയാണ്. ഭഗവാന്റെ ഇച്ഛയ്ക്ക് അധീനരായിട്ട് പ്രവർത്തിക്കുന്നവരാണ് എല്ലാവരും. തൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് ഈ ലോകത്തുള്ള സർവ്വരും എന്ന് നാരദർ അവിടെ പറയുകയാണ് 2ാമത്തെ വരിയിൽ. അതായത് ലോകത്തുള്ള സർവ്വരും ഒരു മരത്തിൻ്റെ രൂപം കൊണ്ടുണ്ടാക്കിയ സ്ത്രീരൂപം പോലെ തന്നെയാണ്. ഭഗവാന്റെ ഇച്ഛയില്ലാതെ ഒന്ന് അനങ്ങാൻ പോലും ആർക്കും സാധിക്കുകയില്ല. അപ്രകാരമുള്ള ആ ലോകത്ത് നാരദരുടെ അമ്മ അതിലും അസ്വതന്ത്രയായിരുന്നു എന്ന് കാണിക്കുകയാണ് ഇവിടെ. ലോകത്ത് സർവസ്വവും നിലനിൽക്കുന്നത് ആ ഭഗവാന്റെ അധീനത്തിലാണ്. ദുഷ്ടന് ദുഷ്ടത്തരം ചെയ്യണമെങ്കിലും ആ ഭഗവാന്റെ അംശം അവൻ്റെ ഉള്ളിടത്തോളം മാത്രമേ സാധിക്കുകയുള്ളൂ. അധർമ്മപ്രവൃത്തിയായാലും ധർമ്മപ്രവൃത്തിയായാലും എന്തും ചെയ്യണമെങ്കിൽ ആ ഭഗവത് സാന്നിധ്യം ആ ശരീരത്തിലുണ്ടെങ്കിൽ മാത്രമേ ആ ശരീരത്തിന് നിലനിൽപ്പേ ഉള്ളൂ. അങ്ങനെ ചരമായാലും അചരമായാലും എല്ലാം നിലനിൽക്കുന്നത് ആ ഒരു
അദൃശ്യ ശക്തി കൊണ്ടാണ്. ആ പരമമായ ആ ശക്തി ഇല്ലാതെ ഒന്നുമില്ല, എല്ലാവരും അതുകൊണ്ട് തന്നെ അസ്വതന്ത്രരാണ് എന്ന് പറഞ്ഞതിന് ശേഷം അതിൽ ദാസിയായതുകൊണ്ട് തൻ്റെ അമ്മ അധികം അസ്വതന്ത്രയായിരുന്നു എന്ന് കാണിക്കുകയാണ് ഇവിടെ നാരദർ. തൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് വ്യാസമഹർഷിക്ക് വ്യാസമഹർഷി വീണ്ടും എന്തൊക്കെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും പറയുകയാണ് എന്തൊക്കെയാണ് തൻ്റെ ചെറുപ്പകാലത്ത് സംഭവിച്ചത് എന്ന്. ശ്ലോകം ഒരിക്കൽ കൂടി. സാസ്വതന്ത്രാന കൽപ്പാസീദ്യോഗക്ഷേമം മമേച്ഛതി ഈശസ്യ ഹി വശേ ലോകോ യോഷാദാരുമയീയത. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.